കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോയിലെ മുൻകാല ചോദ്യ പേപ്പറുകളാണ്. PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. MMPC 17 അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന നമ്മളുടെ MBA 4th സെമസ്റ്ററിന്റെ കോർ പേപ്പർ ആയിട്ടുള്ള MMPC 017ന്റെ PYQ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു PYQവിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇൻഡെപ്ത് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, കൂടാതെ തന്നെ ഏറ്റവും ഇപ്പൊ ചില കമാൻഡിങ് വെർബ്സ് വരുന്നുണ്ട്, ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ, ചിലപ്പം ചില കമ്പാരിസൺസ്. അതേപോലെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ് സെക്കൻഡ് സെമസ്റ്ററിൽ. MMPC 12 നമ്മൾ കവർ ചെയ്തതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ പഠിച്ചു പോകുന്നത്. അപ്പൊ ഇതിനകത്ത് അന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ റിവൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് നമ്മൾ പ്രോസസ്സും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം റീകളക്ട് ചെയ്ത് പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇന്നത്തെ ഈ ഒരു MMPC 17 എന്ന് പറയുന്നത് അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അപ്പൊ ഇതിൽ നമ്മുടെ റോഡ് മാപ്പിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ നോക്കുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗിൽ എങ്ങനെയാണ്, നമുക്ക് 1 തൊട്ട് 4 ബ്ലോക്ക് വരെയാണ്. 1 തൊട്ട് 4 ബ്ലോക്ക് വരെയാണ്. അപ്പൊ ഇതിൽ വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്താണ്, അത് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ കണ്ടെത്തുന്നത്, പൂർവ്വകാല ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് കണ്ടെത്തുന്നത്. പിന്നെ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ട്. പല ഫോർമാറ്റ് ഉണ്ട്, മാർക്കിന്റെ ട്രെൻഡ് ഒക്കെ, ചിലത് ഷോർട്ട് എസ്സേ, ലോങ് എസ്സേ, കമ്പാരിസൺ, ഫ്ലോ ചാർട്ട്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം ഓരോ പാറ്റേണും, ഓരോ ക്വസ്റ്റ്യൻസിലും വന്നിട്ടുള്ള പാറ്റേണും നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റിക്കവറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂസ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ, അലയൻസ്, ഇന്റർനാഷണലൈസേഷൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന കുറെ കോൺസെപ്റ്റ്സ് കാണും. അപ്പൊ അങ്ങനെയുള്ള റിപ്പീറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഏതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദെൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ. ഇപ്പം ഈ ഒരു അനലൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ നോക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഏത് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഏതാണ് കൂടുതലായിട്ട് വരാൻ സാധ്യത ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ചില ടോപ്പിക്ക്, ചില യൂണിറ്റിലെ ചില ടോപ്പിക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, അതും നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറാണ്. മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ, നമ്മൾ തൊട്ട് മുമ്പൊക്കെ ചെയ്തിട്ടുള്ള PYQവിലെല്ലാം തന്നെ നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്ന ടേമിന്റെ എക്സാമിനേഷനകത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്, അത് ജസ്റ്റ് മിററിങ് ചെയ്യുന്നത് നമ്മുടെ ഇഗ്നോന്റെ എക്സാം തന്നെയാണ്. എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡിസംബറിൽ നടത്താൻ പോകുന്ന ടേമിന്റെ എക്സാമിനേഷനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് എന്നായിരിക്കും നമ്മൾ അതിൽ പറയുന്നത്. പിന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മേക്കിംഗ് സ്കീം, മാർക്കിംഗ് സ്കീമാണ്. മോഡൽ ആൻസേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആൻസേഴ്സ് അല്ല എങ്കിൽ പോലും ആൻസർ കൃത്യമായിട്ട് നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഉറപ്പായി ലേൺവൈസിന്റെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. കൂടാതെ തന്നെ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് മാർക്ക് നമ്മൾ സ്കീം ചെയ്തിരിക്കുന്നത്, ഓരോ ക്വസ്റ്റ്യനും എത്ര എത്ര മാർക്ക്, ഓരോ പോർഷൻസിൽ നിന്നും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമെന്നും ഈ ഒരു PYQ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മെത്തഡോളജിയാണ്. ഹൗ വി ബിൽഡ് ദിസ്, ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ ഒരു PYQ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ 2023 തൊട്ട് 2025 വരെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് PYQ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അഗ്രിഗേറ്റ് അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഇത് ചെയ്യുന്നത്
നമ്മളിത് മൊത്തത്തിൽ അൾട്ടിമേറ്റ്ലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലേണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം പല സ്റ്റുഡൻസും ലാസ്റ്റ് ടൈം ലേണിംഗ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ എന്ത് പഠിക്കണമെന്നോ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഈ ഒരു PYQ കണ്ടാൽ അവർക്കൊരു മോട്ടിവേഷൻ ആണ്. കാരണം എന്ത് പഠിക്കണം, ഏതാണ് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഐഡിയ കിട്ടിയ ആ ഒരു പോർഷൻസ് നമുക്ക് പഠിച്ചപ്പം റൈറ്റ് വേയിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിങ്ങിൽ നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ആണ് നോക്കുന്നത്. അതിൽ ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ളതും അതേപോലെ തന്നെ മീഡിയം ലെവലിലും അതേപോലെ ലോവർ ലെവലിലും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ഹൈയിൽ നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ എന്താണ് 10 പ്രാവശ്യമോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടോ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സുകളും, മീഡിയം ലെവലിൽ നമ്മൾ നോക്കുന്നത് 5 തൊട്ട് 9 വരെ, ലോ ലെവലിൽ നമ്മൾ നോക്കുന്നത് 5 അല്ലെങ്കിൽ 5 പ്രാവശ്യം എന്നാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ബാർ ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, എക്സ് ആക്സിസിൽ നമ്മൾ ബ്ലോക്ക് 1 തൊട്ട് 4 വരെ കാണിച്ചിട്ടുണ്ട്. വൈ ആക്സിസിൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ജൂൺ 2023 ടു ജൂൺ 2025 വരെ അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ ബ്ലോക്ക് 1-ൽ നിന്നും 2-ൽ നിന്നും 3-ൽ നിന്നും 4-ൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പറഞ്ഞു 5 ആണെങ്കിൽ ഒരു ലോ ലെവലും 6 ഒക്കെ വരുവാണെങ്കിൽ നമുക്കൊരു മീഡിയം ലെവലും, മോർ ദാൻ 7 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഏറ്റവും ഹൈലി ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, 10 റേഞ്ച് ഒക്കെ വരുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ബ്ലോക്ക് വൈസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലോക്ക് 1-ൽ നിന്നും 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6%, 100 എടുക്കുമ്പോൾ 6%, 6 അല്ല 60% നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയല്ല 70% ക്വസ്റ്റ്യൻസും ഈ 23 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ 70% ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ്, 2-ഉം 3-യും 4-ഉം നിന്നാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായ പേപ്പർ എന്ന് പറയുന്നത് MMPC 17 ആണ്. പുതിയ ടോപ്പിക്കുകൾ അതേപോലെ തന്നെ പാറ്റേൺ ഒക്കെ മാറി നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ആ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്തപ്പോൾ സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബാർ ചാർട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് 3 ബ്ലോക്ക്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എന്തെങ്കിലും ഒരു ഇച്ചിരി ശതമാനത്തിന് കുറവുണ്ടെങ്കിൽ ബ്ലോക്ക് 1-ഏ ഉള്ളൂ. ബാക്കി 3 ബ്ലോക്കും ഒരേപോലെ നിർബന്ധമായിട്ട് പഠിച്ചു പോകേണ്ട രീതിയിലാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഫിഗർ 2-ൽ നമ്മൾ നോക്കുന്നത് ഹീറ്റ് മാപ്പാണ്. അത് ബ്ലോക്കും യൂണിറ്റും തമ്മിലാണ് പറയുന്നത്. അവിടെ നമ്മൾ എക്സ് ആക്സിസിൽ യൂണിറ്റും വൈ ആക്സിസിൽ ബ്ലോക്സും ആണ് പറഞ്ഞു പോകുന്നത്. അപ്പം അതിൻ്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെയാണ്, അല്ലെങ്കിൽ ഒരു 4 റേഞ്ചിൽ വരുന്നതിന് നമ്മൾ യെല്ലോ ഷെയ്ഡിലും വളരെ അത്ര റിപ്പീറ്റഡ് ആയിട്ട് വരാത്തത്, അത്ര സീരിയസ് ആയിട്ട് അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ യൂണിറ്റ് 6, യൂണിറ്റ് 5, അതേപോലെ യൂണിറ്റ് 1 എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും, അതേപോലെ തന്നെ ബാക്കി ഗ്രീൻ കളർ യൂണിറ്റ് 8 കണ്ടില്ലേ, യൂണിറ്റ് 8ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യൂണിറ്റ് 4, 2, അതേപോലെ 9, 11, 12 കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ബാക്കി ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് യൂണിറ്റ് 1, യൂണിറ്റ് 5, യൂണിറ്റ് 6, പിന്നെ യൂണിറ്റ് 8, പിന്നെ നമുക്ക് വരുന്നതാണ് 2-ഉം 4-ഉം 9-ഉം 11, 12-ഉം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് അപ്പിയറൻസ്. അപ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും ഏത് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക് കോഡാണ് എത്ര പ്രാവശ്യമാണ് അപ്പിയർ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ബ്ലോക്ക് 1-ൽ യൂണിറ്റ് 1-ൽ നിന്നും 1.6 എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ 1.6 എന്നൊരു കോഡുള്ളത്, കൃത്യമായി 1.6 കോഡും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ പോർഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും ഈ ഒരു ടോപ്പിക് കോഡ് തരുന്നത് കൊണ്ട്. അപ്പോൾ ബ്ലോക്ക് 1-ൽ യൂണിറ്റ് 1-ൽ അപ്രോച്ച് ടു കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് 3 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 2-ൽ യൂണിറ്റ് 5-ൽ 5.4-ൽ പറയുന്ന ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസ് 3 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3-ൽ യൂണിറ്റ് 6-ൽ 1.2-ൽ പറയുന്ന റീസൺ ഫോർ ഇന്റർനാഷണലൈസേഷൻ 3 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3-ൽ യൂണിറ്റ് 8-ൽ 8.2
യൂണിറ്റ് 8 സെക്കൻഡ് പാർട്ടിൽ പറയുന്ന എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 1.3 കോർപ്പറേറ്റ് പ്ലാനിംഗ് 1 പ്രാവശ്യം. ബ്ലോക്ക് 1 യൂണിറ്റ് 2 2.3 ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് പോളിസി നമുക്ക് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 2.5 വരുന്ന സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് പോളിസി നമുക്ക് 1 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 3.2 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി 1 പ്രാവശ്യം. ബ്ലോക്ക് 2 യൂണിറ്റ് 4.1 ഡൈവേഴ്സിഫിക്കേഷൻ 1 പ്രാവശ്യം. ബ്ലോക്ക് 2 യൂണിറ്റ് 4.6 എന്ന് പറയുന്ന ടോപ്പിക് കോഡിൽ മെർജർ ആൻഡ് അക്വിസിഷൻ 1 പ്രാവശ്യം. ബ്ലോക്ക് 2 യൂണിറ്റ് 5.9 എന്ന് പറയുന്ന ടോപ്പിക് കോഡിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR നമുക്ക് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 6 1.5 മോഡൽ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് 1 പ്രാവശ്യം. ബ്ലോക്ക് 3 യൂണിറ്റ് 8.3 എന്ന ടോപ്പിക് കോഡിൽ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ഇൻസെന്റീവ്സ് 1 പ്രാവശ്യം. ബ്ലോക്ക് 4 യൂണിറ്റ് 10 ടോപ്പിക് കോഡായിട്ടുള്ള 10.8 സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡെവലപ്പിംഗ് R&D സ്ട്രാറ്റജി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയിൽ 1 ക്വസ്റ്റ്യനും 1 പ്രാവശ്യം, 1 ക്വസ്റ്റ്യൻ അല്ല 1 പ്രാവശ്യവും. അതേപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 11.5 എന്ന് പറയുന്ന ടോപ്പിക് കോഡിൽ നോളജ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് 1 പ്രാവശ്യവും. ബ്ലോക്ക് 4 യൂണിറ്റ് 11.1 എന്ന ടോപ്പിക് കോഡിൽ ട്രെൻഡ് ആൻഡ് ചാലഞ്ചസ് ഇൻ നോളജ് മാനേജ്മെന്റ് 1 പ്രാവശ്യം. ബ്ലോക്ക് 4 യൂണിറ്റ് 12 1.8 എന്ന ടോപ്പിക് കോഡിൽ ബിൽഡിംഗ് ക്രിയേറ്റീവ് ഓർഗനൈസേഷൻ 1 പ്രാവശ്യം. ബ്ലോക്ക് 4 യൂണിറ്റ് 12 1.2 എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കോൺസെപ്റ്റ് ഓഫ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി 1 പ്രാവശ്യം. അതേപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 9.5 എന്ന ബിസിനസ് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 9.3 യൂസ് ഓഫ് IT ഇൻ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻസ് അത്രയും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം 1-2 പ്രാവശ്യം വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഇതിൽ നമ്മൾ ഫുള്ള് ബ്ലോക്ക് 1 തൊട്ട് 4 വരെയുള്ള ബ്ലോക്കിലെ എല്ലാ പോയിന്റ്സും ടച്ച് ചെയ്ത് പോകുന്നത് എല്ലാം ഓരോ പ്രാവശ്യം വെച്ച് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമുക്കൊരു എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് ഈ ഒരു ബേസിസിൽ പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് പ്ലാനിങ് നമുക്കത് ക്വസ്റ്റ്യൻ നമ്പർ 1 അത് ഇച്ചിരി പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാം. എൻട്രി സ്ട്രാറ്റജി, അതേപോലെ തന്നെ MNC മൾട്ടിനാഷണൽ കമ്പനീസും അതിൻ്റെ റീസൺസും ഇൻവെസ്റ്റ്മെന്റ് ബോർഡും, പിന്നെ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസ്, ദെൻ സിനാരിയോ പ്ലാനിങ് അപ്രോച്ച്, അലയൻസ് ഓബ്സ്റ്റക്കിൾസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ തന്നെയാണ്. പിന്നെ ടോപ്പിക് ആങ്കറിങ് ഫ്രം ഒഫീഷ്യൽ സിലബസിൽ നിന്ന് നോക്കാം. മറ്റേത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ നമ്മൾ പറഞ്ഞതാണ്. സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ മെർജിങ് ആൻഡ് അക്വിസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. എൻട്രി സ്ട്രാറ്റജി, അതേപോലെ ഗവൺമെന്റ് ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ഇൻസെന്റീവ്സ്, IT ഇൻ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി സ്റ്റെപ്സ്, അതേപോലെ KM ഫ്രെയിംവർക്ക്, പിന്നെ നോളേജ് മാനേജ്മെന്റ് ആണ്. പിന്നെ അടുത്ത ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിലബസ് ബേസ്ഡ് പ്രധാനപ്പെട്ടതും തൊട്ട് മുകളിൽ നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമാണ്. പിന്നെ ഈ ഒരു ഇൻസൈറ്റ്സ് പറയുകയാണെങ്കിൽ ടോപ്പ് 3 ഹൈലൈറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ റീസൺ ഫോർ ഇന്റർനാഷണലൈസേഷൻ യൂണിറ്റ് 6 റീസൺ ഫോർ ഇന്റർനാഷണലൈസേഷൻ, എന്തുകൊണ്ടാണ് ഓരോ കമ്പനിയും ഇന്റർനാഷണലൈസേഷനിലേക്ക് പോകുന്നത്. അപ്പം അവിടെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളതിൽ പല റീസൺസ് പറയാറുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ റീസണബിൾ ചിലവിൽ നമുക്ക് റിസോഴ്സ് അവൈലബിൾ ആവുന്നതോ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഹൈ ഹീൽഡ് ഡൈവേഴ്സിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ടൊക്കെ നമ്മൾ ഇന്റർനാഷണലൈസേഷനിലോട്ട് പോകുന്നത്. അപ്പം അതിന്റെ റീസൺ എന്താണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. ദെൻ അപ്രോച്ച് ടു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ സ്ട്രാറ്റജിക് അലയൻസ്. അപ്പൊ ഇതൊക്കെ ഈ 3 വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ ടോപ്പ് 3 ക്ലോസ് കണ്ടന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഏതാണെന്ന് പറഞ്ഞാൽ എൻട്രി സ്ട്രാറ്റജിയും, അതേപോലെ സ്റ്റെപ്സ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി, അതേപോലെ നോളജ് മാനേജ്മെന്റ് ഫ്രെയിംവർക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അടുത്തത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്.
അപ്പം നമ്മൾക്ക് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആസ് യൂഷ്വൽ കൂടുതലായിട്ടും വരുന്നത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ 350 to 450 വേർഡ്സോളം നമ്മൾ എഴുതേണ്ടി വരും. അത് ഹെഡിങ്ങും അതുപോലെ എക്സാമ്പിൾസും ഒക്കെ കൊടുത്ത് ഡെഫിനിഷനും ഇൻട്രൊഡക്ഷനും ഒക്കെ കൊടുത്ത് വേണം നമ്മൾ എഴുതാനുണ്ട്. ദെൻ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ, ഓരോ പോയിന്റ്സും കൊടുത്തിട്ട് അതിന് നമ്മളുടേതായ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ബുള്ളറ്റിംഗ് ഒക്കെ കൊടുത്ത് പോയിന്റ് കൃത്യമായി നോട്ട് ചെയ്ത് നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ പ്രോസസ്സും സ്റ്റെപ്സും ഒക്കെയാണ് നമുക്ക് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് 20 മാർക്ക് ആണെങ്കിൽ ഒരു 300 അല്ലെങ്കിൽ 400 വേർഡ് വരെ എഴുതിയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടോ ഫ്ലോ ചാർട്ടോട്ടോ വരച്ചിട്ട് നിങ്ങളത് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷോർട്ട് നോട്ട്സ്, അതിനിപ്പോൾ ഒരു 10 മാർക്കിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് നമുക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിമം നോട്ടാണ് വേണ്ടത്. ഒരു 10 മാർക്ക് എന്ന് പറയുമ്പോൾ 2 പേജ് അല്ലെങ്കിൽ 1.5 പേജൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് 150 to 200 പേജസ് 200 വേർഡ്സ് വരുന്ന രീതിയിൽ നമ്മളത് എഴുതുക എന്നുള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. അനലിറ്റിക്കൽ എക്സ്പ്ലോറട്ടറി എസ്സേഴ്സ് ഒക്കെ വരാറുണ്ട്, മീൻസ് എക്സ്പോസിറ്ററി എസ്സേഴ്സ് ഒക്കെ വരാറുണ്ട്. 75% ക്വസ്റ്റ്യൻസും നമ്മൾക്ക് ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എല്ലാം അനലൈസ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് മസ്റ്റായിട്ടും ഒന്ന് റെഫർ ചെയ്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നും അതിൽ യൂസ് ചെയ്യുന്ന വേർഡ്സും കാര്യങ്ങളും എന്താണെന്നും കൃത്യമായി നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ, പോയിന്റ് ഔട്ട് ചെയ്യാനും ഒബ്ജക്റ്റീവ്സ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുമുള്ളൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് പൊതുവേ ചോദിക്കാറുണ്ട്. 20 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഉള്ളതാണ്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തന്നെ പ്രോസസ്സ് റിലേറ്റഡ് ആണ്. അതിനകത്ത് പ്രോസസ്സും സ്റ്റെപ്പ് എസ്സേസും നമുക്ക് സ്റ്റെപ്പ് വൈസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എസ്സേസും ചോദിക്കാറുണ്ട്. ഷോർട്ട് നോട്ട്സും നമുക്ക് ചോദിക്കാറുണ്ട്. ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ ഒരു 150 to 200 വേർഡ്സ് വരുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അടുത്തത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 2023 to 2025 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. 5 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷനും അതേപോലെ പോളിസിയും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. അതിൽ ജൂണിൽ 12.5 ക്വസ്റ്റ്യനും ഡിസംബറിൽ ഒരു ക്വസ്റ്റ്യനും വന്നിട്ടില്ല ബ്ലോക്ക് 1 നിന്നും. ജൂൺ 24 14.3% ക്വസ്റ്റ്യൻസും അതേപോലെ ഡിസംബർ 2024 16.7ഉം ജൂൺ ഈ കഴിഞ്ഞ എക്സാമിൽ 50% നമുക്ക് ബ്ലോക്ക് 1 നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എക്സ്പെക്ട് ചെയ്ത ഇതുവരെ ഉള്ളത് കണക്കിലെടുക്കുമ്പോൾ 18.7% ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുണ്ട്. അടുത്തത് ബ്ലോക്ക് 2 ആണ്. ഗ്രോത്ത് സ്ട്രാറ്റജിയിൽ 12.5ഉം 12.5 42.9 നോക്കുക, 42.9 അതേപോലെ 33.3 25.0 25.2. അപ്പം ബ്ലോക്ക് 2 വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ബ്ലോക്ക് 2 നിന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 3 ഇന്റർനാഷണൽ സ്ട്രാറ്റജിയാണ്. അതും 25 അതേപോലെ 37.5 28.6 16.7 12.5 24 ആണ് അഗ്രിഗേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആസ് കമ്പയർഡ് ടു സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ബ്ലോക്കിൽ നിന്നും ആ ഒരു പ്രോസസ്സ് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബ്ലോക്ക് 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലോക്ക് 2 നിന്ന് നമുക്ക് അങ്ങേയറ്റം ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളത് നമുക്ക് ബ്ലോക്ക് 4 ആണ്. സ്ട്രാറ്റജിക്ക് എനേബിൾഡ് ആണ്. അതിൽ നിന്ന് 37.5 അതുപോലെ 37.5 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ജൂണിലും ഡിസംബറിലോട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അത് കുറഞ്ഞ് 14.3 ആയി. അത് 33.3 ഡിസംബറിലേക്ക് കൂടി പിന്നെയും കുറഞ്ഞിട്ടുണ്ട്, 12.5 വന്നിട്ടുണ്ട്. അപ്പം ബ്ലോക്ക് 4 നിന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്നാലും ബ്ലോക്ക് 2 അതേപോലെ തന്നെ ബ്ലോക്ക് 4 നിങ്ങൾ ഈ പ്രാവശ്യം ഇച്ചിരി പ്രധാനപ്പെട്ട് നോക്കിയാൽ ബെറ്റർ ആയി. കാരണം അതിൻ്റെ ആ ഒരു ഫ്ലോ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ ഇതിലും ഏതെങ്കിലും ഒരു ബ്ലോക്ക് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലായിട്ട്. അടുത്തത് നമ്മുടെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. ഇതിൽ നമ്മൾ യെല്ലോ കളർ ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് അനലിറ്റിക്കൽ ആൻഡ് എക്സ്പോസിറ്ററി എസ്സേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അത് ഒരേ ലെവലിൽ അത് നമുക്ക് നിരന്തരമായി അങ്ങനെ തന്നെയാണ് ചോദിച്ചു വരുന്നത്. പിന്നെ അതേഴ്സ് നമ്മൾ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് അതേഴ്സ് അല്ലെങ്കിൽ അൺക്ലാസിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു റെഗുലർ ബേസിൽ ഇടക്കാലത്തില്ലായിരുന്നു, പക്ഷെ
ചോദിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. ഗ്രീൻ കളറിൽ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ അത് എല്ലായ്പ്പോഴും നമുക്ക് ചോദിക്കുന്നതാണ്. പിന്നെ പ്രോസസ് ആൻഡ് സ്റ്റെപ്പ് അത് ഇല്ലാത്ത ഒരു സ്ട്രാറ്റജിയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരാറില്ല. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി ഒരു കോംപ്രിഹെൻസീവായ ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺ വൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. പിന്നെ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യാണ്. എസ് എ ഡൊമിനൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 75% എസ്സേസ് ആണ് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ചോദിക്കുന്നത്. അതിൽ ബ്ലോക്ക് 4 നമ്മുടെ ഇത് നോളജ് മാനേജ്മെന്റ്, ഇന്നോവേഷൻ, IT ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോർഷൻസിൽ നിന്നും, അതേപോലെ ബ്ലോക്ക് 2 കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 4ഉം ബ്ലോക്ക് 2 ഇതേം ക്വസ്റ്റ്യൻസ് ആണ് ഒരു 27% കവർ ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവുക. പിന്നെ ബ്ലോക്ക് 1 സജേർഡ് ഇൻ ബ്ലോക്ക് 1 സിനാരിയോ, പ്ലാനിങ്, സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ ഒരു 50%ഓളം നമുക്ക് വന്നിട്ടുണ്ട് പൂർവ്വകാല ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ. പിന്നെ പ്രിപ്പറേഷൻ ടിപ്സ് പറയുകയാണെങ്കിൽ 3 അവേഴ്സിൽ 100 മാർക്സിലുള്ള എക്സാംസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ടൈം നമ്മൾ സ്പെസിഫിക് ആയിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 35 to 36 മിനിറ്റ്സോളം അനലിറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പോസിറ്ററി എസ്സേസ് ഒക്കെ എഴുതാനായിട്ട് നമ്മൾ ഡിവോട്ട് ചെയ്യുക. 18 to 22 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ലിസ്റ്റും എക്സ്പ്ലനേഷനും സ്റ്റെപ്സും ഒക്കെ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൊടുക്കുക. 10 to 12 മിനിറ്റ്സ് നമ്മളൊരു എൻഡ് എഴുതി കഴിഞ്ഞതിന് ശേഷം ആൻസേഴ്സ് ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനും, ഹെഡിങ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്പറിങ് ക്വസ്റ്റ്യൻ്റെ നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് എടുക്കുക. അതേപോലെ തന്നെ 1 to 2 മിനിറ്റ്സ് ഫ്രണ്ട് ഷീറ്റ്സും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുക. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനലൈസ്ഡ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്. ഓരോ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഒക്കെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് സ്ട്രാറ്റജിക് അലയൻസ്, അതിൻ്റെ ടൈപ്പ്, ബെനിഫിറ്റ്, റിസ്ക് മാനേജ്മെന്റ് ഇതൊരു 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ടെക്നിക്സ് ആൻഡ് കോമ്പറ്റേറ്റീവ് എഡ്ജ് 4 പ്രാവശ്യം. വൈ MNC ഇൻവെസ്റ്റ് എബ്രോഡ് ആൻഡ് റീസൺ വിത്ത് എക്സാമ്പിൾ. നമ്മളിത് ഇപ്പം നിലവിൽ നമുക്ക് ഏതെങ്കിലും എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ തന്നെ. ഇപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്? കാരണം ഇവിടെ ഉണ്ട് അതിനിവിടെ ഡിമാൻഡുണ്ട്. പക്ഷെ അതിൽ ഹൈ ഈൽഡ് ഡിമാൻഡും നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കൂടുതലും കിട്ടുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. ദെൻ കോർപ്പറേറ്റ് പ്ലാനിങ്, കോൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോസസ്, ബെനിഫിറ്റ് ഇത് നമുക്ക് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് എൻട്രി സ്ട്രാറ്റജീസ്, ഐഡന്റിഫൈ ദ ടൈപ്സ്, എക്സ്പ്ലെയിൻ എനി ടു വിത്ത് എക്സാമ്പിൾസ് അത് 2 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മേർജ് ആൻഡ് അക്വസിഷൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം. IT ഇൻ സ്ട്രാറ്റജി, ആർക്കിടെക്ട്, ഇംപ്ലിമെന്റ് റോള് 2 പ്രാവശ്യം. സ്ട്രാറ്റജിക് ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മാനേജ്മെന്റ് അതും നമുക്ക് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സിനാരിയോ പ്ലാനിങ്, റോൾ ഇൻ നാവിഗേറ്റിംഗ് അൺസർട്ടനിറ്റി, തന്നെ റെക്കഗ്നൈസ് ആൻഡ് റാങ്ക് സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് അത് നമുക്ക് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് 20 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. അടുത്തത് ഫ്രീക്വൻസി ടേബിൾ ആണ്. ഫ്രീക്വൻസി ടേബിൾ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ബ്ലോക്കും യൂണിറ്റും എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നു, ആവറേജ് മാർക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആവറേജ് മാർക്കുമാണ് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് വൺ അനലിറ്റിക്കൽ എസ്സേ ഓൺ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തീം അത് നമുക്ക് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിൻ്റെയാണ്. സ്പെസിഫിക് ആയിട്ട് ഒരു ബ്ലോക്കോ യൂണിറ്റോ പറയാനില്ല. നിങ്ങളുടെ ആ ഒരു എൻ്റയർ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. അതൊരു ജനറിക് ക്വസ്റ്റ്യൻ ആണ്. അതൊരിക്കലും നമ്മുടെ തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. വൈ മൾട്ടിനാഷണൽ കമ്പനീസ് ഇൻവെസ്റ്റ് എബ്രോഡ്, റീസൺ വിത്ത് എക്സാമ്പിൾ ബ്ലോക്ക് 3 യൂണിറ്റ് 6 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിനാണ് വരുന്നത്. മേർജ് ആൻഡ് അക്വസിഷൻ ഡെഫിനിഷൻ ആൻഡ് റാഷണൽ ബ്ലോക്ക് 2 യൂണിറ്റ് 4 2 പ്രാവശ്യം 20 മാർക്കിന്. കോർപ്പറേറ്റ് പ്ലാനിംഗ് കോൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോസസ് ബെനിഫിറ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കാണ് ആവറേജ് ആയിട്ട് വരുന്നത്. ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേഷൻ ടെക്നിക്, ബിൽഡിംഗ് ക്രിയേറ്റീവ് ഓർഗനൈസേഷൻ ഇതും ബ്ലോക്ക് 4 യൂണിറ്റ് 12 നിന്നാണ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്.
ചോദിച്ചിട്ടുണ്ട് 20 മാർക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. എൻട്രി സ്ട്രാറ്റജി ഐഡന്റിഫൈ ടൈപ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ടു വിത്ത് എക്സാമ്പിൾ. ബ്ലോക്ക് 3 യൂണിറ്റ് 8 രണ്ട് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 20ആണ്. IT ഇൻ സ്ട്രാറ്റജിയിലെ ആർക്കിടെക്ചറൽ ഇംപ്ലിമെന്റേഷൻ റോൾ ബ്ലോക്ക് 4 യൂണിറ്റ് 9 രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്ക്. അടുത്തത് ഇന്നോവേഷൻ ടെക്നോളജി ഓഫ് കോമ്പറ്റേറ്റീവ് എഡ്ജ് ബ്ലോക്ക് 4 യൂണിറ്റ് 10ഉം 12 കവർ ചെയ്യുന്ന രീതിയിലാണ് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന്. സ്ട്രാറ്റജിക് ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മാനേജിങ് ചേഞ്ച് ബ്ലോക്ക് 1ൽ നിന്നും യൂണിറ്റ് 1 ആണ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കാണ് ആവറേജ്. സ്ട്രാറ്റജിക് അലയൻസ് ടൈപ്പ് ബ്ലോക്ക് 2ൽ യൂണിറ്റ് 5ൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന്. സ്ട്രാറ്റജിക് അലൈൻ കോസ്റ്റ് ആൻഡ് റിസ്ക് അത് ബ്ലോക്ക് 2ൽ നിന്നാണ്. യൂണിറ്റ് 5ൽ ഒരു പ്രാവശ്യം 20 മാർക്ക് എക്സ്പെക്ട് ചെയ്യും. സിനാരിയോ പ്ലാനിംഗ് റോൾ ഇൻ നാവിഗേറ്റിംഗ് അൺസർട്ടനിറ്റി ആണ് ബ്ലോക്ക് 1ൽ. യൂണിറ്റ് 1ൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന്. ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 20ആണ്. റൈസ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസ് പ്രൊമോട്ടിംഗ് ഫാക്ടേഴ്സ് ബ്ലോക്ക് 2ൽ യൂണിറ്റ് 5ൽ ഒരു പ്രാവശ്യം 20 മാർക്ക് ആവറേജ്. റെക്കഗ്നൈസ് ആൻഡ് റാങ്ക് സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റി ബ്ലോക്ക് 1ൽ യൂണിറ്റ് 1ൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കാണ് ആവറേജ്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജിക് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡെവലപ്മെന്റ് ബ്ലോക്ക് 4ൽ യൂണിറ്റ് 10ൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കാണ് ആവറേജ്. അലൈൻ ഓർഗനൈസേഷൻ കൾച്ചർ സ്ട്രക്ചർ വിത്ത് സ്ട്രാറ്റജിയാണ് ബ്ലോക്ക് 1ൽ. യൂണിറ്റ് 2ൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്ക്. മാനേജിങ് അലയൻസ് പാർട്ണർഷിപ്സ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് റെമഡീസ് അത് ബ്ലോക്ക് 2ലാണ്. യൂണിറ്റ് 5ൽ ഒരു പ്രാവശ്യം 20 മാർക്ക് ആവറേജ്. എക്സലിറ്റ് ഓയിൽ മോഡൽ ഇന്റർനാഷണലൈസേഷൻ എക്സ്പ്ലെയിൻ എന്നൊരു ടോപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. അത് ബ്ലോക്ക് 3ൽ യൂണിറ്റ് 6ൽ ഒരു പ്രാവശ്യം 20 മാർക്കിന്. ഈ ബിസിനസ് കോൺസെപ്റ്റ് ആൻഡ് മോഡൽ ബ്ലോക്ക് 4ൽ യൂണിറ്റ് 9ൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന്. ഡൊമസ്റ്റിക് ഫേം വേഴ്സസ് മൾട്ടിനാഷണൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഡൊമസ്റ്റിക് ഫ്രെയിമും അതുപോലെ ഇന്റർനാഷണൽ ഫെയിമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് സഹിതം എഴുതുക. ബ്ലോക്ക് 3ൽ യൂണിറ്റ് 6ൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കാണ് ആവറേജ്. ഡൈവേഴ്സിഫിക്കേഷൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഡൈവേഴ്സിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ബ്ലോക്ക് 2ൽ നിന്നും യൂണിറ്റ് 4ൽ നിന്നും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കാണ് ആവറേജ് വരുന്നത്. അടുത്തത് കോർപ്പറേറ്റ് സ്ട്രാറ്റജി നേച്ചർ ആൻഡ് സ്കോപ്പ് അത് ബ്ലോക്ക് 2 ആണ്. യൂണിറ്റ് 3ൽ നിന്നും ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. കോർപ്പറേറ്റ് പോളിസി ഫീച്ചേഴ്സ് ആൻഡ് ഡിറ്റർമിനൻസ് ബ്ലോക്ക് 1ൽ നിന്നും യൂണിറ്റ് 2ലാണ്. ബ്ലോക്ക് 1ൽ യൂണിറ്റ് 2ൽ നിന്നും ഒരു പ്രാവശ്യം 20 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. CSR ആൻഡ് സസ്റ്റൈനബിലിറ്റി ഇന്റഗ്രേഷൻ ഇൻ ടു സ്ട്രാറ്റജി ബ്ലോക്ക് 2ൽ യൂണിറ്റ് 5ൽ നിന്ന് ഒരു പ്രാവശ്യം 20 മാർക്കിന്റെ ആവറേജ്. ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ട്രേഡ് റെസ്ട്രിക്ഷൻ ആൻഡ് ഇൻസെന്റീവ്സ് ബ്ലോക്ക് 3ൽ യൂണിറ്റ് 8ൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്ക് എക്സ്പെക്ട് ചെയ്യും. അടുത്തത് വിഷ്വലൈസേഷൻ ആണ്. ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അതർ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ ടോപ്പ് 10 റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒരു 55% ക്വസ്റ്റ്യൻസും റിപ്പീറ്റും 47% ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് പുതിയ പുതിയ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുള്ളത്. പിന്നെ സ്ട്രാറ്റജിക് അഡ്വാൻസ് പാനലാണ് ഹൗ ടു പ്രാക്ടീസ്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. അപ്പം അതിൽ അലയൻസ്, ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്, എൻട്രി സ്ട്രാറ്റജി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഔട്ട്ലൈൻ കൊടുത്ത് ഒരു 12 തൊട്ട് 13 മിനിറ്റ് വരെ ഒന്ന് റിവൈസ് ചെയ്തൊക്കെ നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലയൻസ്, ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ്, എൻട്രി സ്ട്രാറ്റജിയും ഒക്കെ. ദെൻ മാപ്പ് ടു ദ സിലബസിലേക്ക് പറയുവാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ബ്ലോക്കും പ്രാക്ടീസ് ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ചില ബ്ലോക്കിലെ ചില യൂണിറ്റുകളായിരിക്കും പ്രധാനപ്പെട്ടത്. അതിന് ഹൈ പോയിന്റ് കൊടുത്തു പോകുന്ന രീതിയിൽ കൊടുക്കുക. പ്രാക്ടീസ് ട്വൈസിലെ അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈമിൽ ഒരു 2-3 പ്രാവശ്യം കുറെ പഠിച്ച കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് ആണ്. ടോപ്പിക് പ്രോബിലിറ്റി ആണ് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് പ്രൊഡക്റ്റീവ് ചെയ്ത് പറയണമെന്നേ ഉള്ളൂ. ബ്ലോക്ക് 4ൽ യൂണിറ്റ് 12ൽ ക്രിയേറ്റിവിറ്റി ടെക്നിക് ആൻഡ് ബിൽഡിംഗ് ക്രിയേറ്റീവ് ഓർഗനൈസേഷൻ 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു 80% വരാൻ സാധ്യതയുണ്ട്. ഒരു 4 തൊട്ട് 5 പേപ്പറിൽ വരെ അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 80%ഉം ഹൈ ഇല്ലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്.
ബ്ലോക്ക് 1 യൂണിറ്റ് 1 കോപ്പറേറ്റ് പ്ലാനിംഗ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പ്രോബിലിറ്റി ഒരു 40%, മിഡിൽ ലെവലാണ്. ഒരു 2 തൊട്ട് 5 വരെ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 മേർജ് ആൻഡ് അക്വിസിഷൻ കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജി 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പ്രോബിലിറ്റി മാർക്ക് എന്ന് പറയുന്നത് 40, മീഡിയം ലെവലിലാണ് വന്നിട്ടുള്ളത്. അടുത്തത് എൻട്രി സ്ട്രാറ്റജിയാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 എൻട്രി സ്ട്രാറ്റജി 2 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രോബിലിറ്റി ഒരു 40%, മീഡിയം ലെവലിലാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 അപ്രോച്ച് ടു കോർപ്പറേറ്റ് മാനേജ്മെന്റ് 1 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 20, അത് വരാൻ സാധ്യത കുറവുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 കോർപ്പറേറ്റ് പോളിസി ഫീച്ചേഴ്സ് ആൻഡ് ഡിറ്റർമിനൻസ്, അത് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെർസെൻറ്റേജ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 20%. 1 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസിലൊക്കെ അങ്ങനെ പ്രധാനപ്പെട്ടതല്ല. 5 ക്വസ്റ്റ്യൻ എടുത്താൽ 1 പ്രാവശ്യമൊക്കെ അത് നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സ്കോപ്പ് അലൈൻമെന്റ് ഓഫ് കോർപ്പറേറ്റ് പോളിസി 1 പ്രാവശ്യം, അതുകൊണ്ട് പ്രോബിലിറ്റി അത് വരാൻ സാധ്യതയുള്ളത് 20% ഉള്ളൂ. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 3 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20% ചാൻസ് ഉണ്ട് വരാനായിട്ട്. അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഡൈവേഴ്സിഫിക്കേഷനും അതേപോലെ തന്നെ നമുക്ക് 1 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഏകദേശം ഇന്നത്തെ എക്സാമിനൊക്കെ വരാൻ 20% മാത്രം ചാൻസ് ഉള്ളതാണ്. അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഫാക്ടേഴ്സ് പ്രൊമോട്ടിംഗ് അലയൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 20% ആണ്. അടുത്ത ബ്ലോക്ക് 2 യൂണിറ്റ് 5 കോസ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് അലയൻസ് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20%, 20 ഒരു എന്താ പ്രോബിലിറ്റി ബേസ്ഡ് 20% മാത്രമാണുള്ളത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ 20% മാത്രമാണ് ചാൻസ് വരാനുള്ളത്. കാരണം 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും ഇത് ചോദിച്ചിട്ടുണ്ടാവുക. അടുത്തത് ബ്ലോക്ക് 5 യൂണിറ്റ് 6 മോഡൽ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് 1 പ്രാവശ്യം 20% വരാൻ സാധ്യതയുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 6 ഓപ്പറേറ്റിംഗ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് MLC എന്ന് പറയുന്ന ടോപ്പിക്ക് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു 20% ഒക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 6 റിസർച്ച് റീസൺ ഫോർ ദി ഇന്റർനാഷണലൈസേഷൻ 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20% പ്രോബിലിറ്റി ഉണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 6 സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ഇന്റർനാഷണലൈസേഷൻ 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് ബ്ലോക്ക് 3 യൂണിറ്റ് 6 റീസൺ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ 1 പ്രാവശ്യം, അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 20, ഒരു ലോ പെർസെൻറ്റേജ് നമുക്ക് പറയാം. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഗവൺമെന്റ് ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ഇൻസെന്റീവ്സ് 1 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വരാനുള്ള സാധ്യത 20 ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 10 സ്റ്റെപ്സ് ഇൻ ഡെവലപ്പിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസിൽ 1 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 20% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് ബ്ലോക്ക് 4 യൂണിറ്റ് 11 നോളജ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് 1 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 20 ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 11 ട്രെൻഡ് ആൻഡ് ചലഞ്ച് ഇൻ നോളജ് മാനേജ്മെന്റ് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്ക് പ്രോബിലിറ്റി ഉള്ളതാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 9 ബിസിനസ് കോൺസെപ്റ്റ് ആൻഡ് മോഡലിംഗ് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കൊക്കെ നമുക്കൊന്ന് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലോക്ക് 4 യൂണിറ്റ് 9 യൂസ് ഓഫ് IT ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അത് നമുക്ക് 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 20% വരാൻ സാധ്യതയുള്ളത്. അടുത്തത് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. വാട്ട് ടു ഡു നൗ, നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കുക, അത് റിപ്പീറ്റഡ് ആയിട്ട് നോക്കുക. എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ഇച്ചിരി പുറകോട്ടാണ്, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പരീക്ഷയുടെ സമയത്ത് നമുക്ക് നമ്മളുടെ സേഫ്റ്റിയെ, നമ്മൾ ആ ഒരു എക്സാമിന് മാക്സിമം സ്കോർ നേടുക, ജയിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ യൂണിറ്റ് 5 നമുക്കൊരു കോസ്റ്റ് റിസ്ക് മാനേജിങ് സക്സസ് എന്ന് പറയുന്ന പോർഷൻസ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവുക. ദെൻ ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റീവിനകത്ത് യൂണിറ്റ് 12 ടെക്നിക്ക് ബിൽഡ് ക്രിയേറ്റീവ് ഓർഗനൈസേഷൻ എന്നൊരു യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട് 12. ആ 12ാമത്തെ യൂണിറ്റ് ഈ ഒരെണ്ണത്തിന്റെ ബേസിസ്, ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റീവ് ബേസിസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ ആ ഒരു ഇത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇന്റർനാഷണലൈസേഷൻ മീഡിയം പ്രയോറിറ്റി ആണ്. ഇന്റർനാഷണലൈസേഷൻ യൂണിറ്റ് 6 ആണ്. അതെന്താണെന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഇന്റർനാഷണലൈസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് പഠിച്ചു വെക്കുക.
ദെൻ IT ആൻഡ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനകത്ത് നമുക്ക് IT ആൻഡ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനകത്ത് യൂണിറ്റ് 9 ആണ്. ആ യൂണിറ്റ് 9 നിന്ന് നമുക്ക് ചോദിക്കാനുള്ളത് റോൾ ഓഫ് IT എന്താണ്, അതേപോലെ ആർക്കിടെക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ ചോയ്സ്, അതൊക്കെയാണ് നമുക്കവിടെ ചോദിക്കുന്നത്. പിന്നെ ഉള്ളത് എൻട്രി സ്ട്രാറ്റജി ആൻഡ് ഗവൺമെന്റ് പോളിസി. എൻട്രി സ്ട്രാറ്റജി ആൻഡ് ഗവൺമെന്റ് പോളിസി യൂണിറ്റ് 8 നിന്നാണ്. എൻട്രീസ് മോഡ്സ് ആൻഡ് ട്രേഡ് റെസ്ട്രിക്ഷൻസ്, ഇൻസെന്റീവ് റൊട്ടേറ്റ്, അതേപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്നും എന്താണ് ഇച്ചിരി ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകേണ്ടതാണ്. പറയുന്ന യൂണിറ്റ് 6, 9, യൂണിറ്റ് 8 ഇതൊക്കെ വളരെ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ടതാണ്. അടുത്ത് യൂണിറ്റ് 4 ആണ്. ഡെഫിനിഷൻ ആൻഡ് സ്റ്റെപ്സ് ആണ്. അതായത് ഡൈവേഴ്സിഫിക്കേഷൻ, കോപ്പറേറ്റീവ് പ്ലാനിങ്, KM ഫ്രെയിംവർക്ക്, ഇതൊക്കെ വരുന്ന ഒരു ബ്ലോക്കാണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും അത് നിങ്ങൾ പഠിച്ചു പോവുക. അടുത്തത് ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് ആണ്. അതിൽ വരുന്ന സ്ട്രാറ്റജിക് അലയൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്ട്രാറ്റജിക് അലയൻസ്, ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇന്റർനാഷണലൈസേഷൻ ക്ലസ്റ്റർ, ദെൻ IT ആൻഡ് സ്ട്രാറ്റജിക് യൂണിറ്റ്, എൻട്രി ആൻഡ് പോളിസി. ഇത്രയാണ് നമ്മളുടെ ഒരു ലാസ്റ്റ് ടൈം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിട്ടുപോകരുതാത്ത ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അടുത്തത് ലോ പ്രയോറിറ്റി ആണ്. നമ്മളതിൽ ഡൈവേഴ്സിഫിക്കേഷൻ, കോർപ്പറേറ്റ് പ്ലാനിങ് പോളിസി, അതേപോലെ നോളജ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഒന്നും അധികം വരാൻ സാധ്യതയില്ല. എന്നാലും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പം ഡിസംബർ 2025 നടക്കാൻ പോകുന്ന MMPC 17 അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ സ്ട്രാറ്റജിക് അലയൻസിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. സ്ട്രാറ്റജിക് അലയൻസ് ആർ എ പ്രിനോമിനന്റ് വെഹിക്കിൾ ഫോർ കോപ്പറേറ്റീവ് ഗ്രോത്ത്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ഡിസൈൻ ആൻഡ് ഗവർണൻസ് ഓഫ് അലയൻസ്. എക്സ്പ്ലെയിൻ ഹൗ ഫേം ഷുഡ് ചൂസ് ദ അലയൻസ് ഫോം ആൻഡ് മാനേജ് റിസ്ക് ക്രോസ് ദ അലയൻസ് ലൈഫ് സൈക്കിൾ. അതൊരു 20 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ദെൻ അടുത്തത് മെർജിങ് ആൻഡ് അക്വിസിഷനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ ഓഫൺ പെർസ്യൂയിങ് മെർജ് ആൻഡ് അക്വിസിഷൻ to reshape their competitive position. Develop a structured outline for the end-to-end merge and acquisition deal process and explain the managerial rationale behind each steps. Merge and acquisitionും അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളുമാണ് കൊടുക്കേണ്ടത്. അടുത്തത് നമുക്ക് ഇലക്ട്രിക് OLI, അതുപോലെ തന്നെ OLI പെർസ്പെക്റ്റീവ് അല്ല, അതേപോലെ സ്റ്റേജ് വ്യൂ, സ്റ്റേജസ് ഓഫ് ഇന്റർനാഷണലൈസേഷനും കാര്യങ്ങളുമാണ് അടുത്തത് 20 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് എൻട്രി ഇൻ ടു ഫോറിൻ മാർക്കറ്റ്, ഡിമാൻഡ് കെയർഫുൾ മോഡ് ചോയ്സ്. ഇല്ലേ, നമുക്കൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളോട് ഏത് ചോയ്സ് സെലക്ട് ചെയ്യണം, കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യണം നമ്മൾ ഓരോ ചുവട് വെക്കും. അപ്പോൾ അതിൽ കമ്പയർ ഓൾട്ടർനേറ്റീവ് എൻട്രി സ്ട്രാറ്റജി. അപ്പോൾ എൻട്രി സ്ട്രാറ്റജിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഉള്ളത് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എല്ലാ ക്വസ്റ്റ്യൻസും 20 മാർക്കിൻ്റെ ആണ്. 20 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അടുത്ത 7th ക്വസ്റ്റ്യൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് പ്ലാനിങ് ആണ്. അപ്പോൾ അതിൽ നമ്മുടെ എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്ത് നമ്മൾ എഴുതിയാലായിരിക്കും ഏറ്റവും നല്ലതായിരുന്നു. അപ്പോൾ ഇത്രയാണ് 8 ക്വസ്റ്റ്യൻസ്. ഈ 8 ക്വസ്റ്റ്യൻസും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആൻസർ ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ തിയറി അപ്ലൈ ചെയ്ത് നല്ല സ്കോർ നേടാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ വർഷത്തെ എക്സാംസിൽ ഏറ്റവും 4th സെമസ്റ്ററുകളുടെ എക്സാംസിൽ ഏറ്റവും പ്രയാസം ഉണ്ടായിരുന്ന പേപ്പർ ഈ പറഞ്ഞ MMPC 17 ആയിരുന്നു. സോ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു എക്സാം എഴുതാൻ സാധിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.